വടക്കേ ഇന്ത്യയുടെ യാത്രാ വ്യാവസായിക മേഖലകളിൽ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ഡൽഹി അമൃത്സർ കത്ര ഗ്രീൻഫീൽഡ് എക്സ്പ്രസ് വേയുടെ ആദ്യഘട്ടം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചു. 667 കിലോമീറ്റർ നീളമുള്ള ഈ ബൃഹത് പദ്ധതിയുടെ ആദ്യഘട്ടങ്ങളാണ് ഹരിയാനയിലെയും പഞ്ചാബിലെയും വിവിധ ചടങ്ങുകളിലായി പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തത്. പദ്ധതി പൂർത്തിയാകുന്നതോടെ ഡൽഹിയിൽ നിന്ന് കത്രയിലേക്കുള്ള യാത്രാസമയം പകുതിയായി കുറയും. തീർത്ഥാടന കേന്ദ്രങ്ങളായ അമൃത്സറിലെ സുവർണ ക്ഷേത്രത്തിലേക്കും ജമ്മുകാശ്മീരിലെ മാതാ വൈഷ്ണോദേവി ധാമിലേക്കും ഇനി മിനിറ്റുകൾക്കുള്ളിൽ പാഞ്ഞെടുക്കാം. രാജ്യത്തെ ഏറ്റവും വലിയ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളിലൊന്നാണ് ഡൽഹി അമൃത്സർ കത്ര ഗ്രീൻഫീൽഡ് എക്സ്പ്രസ് വേ. ഹരിയാനയിലെ ജിന്ദിൽ നടന്ന ചടങ്ങിൽ വെച്ച് ഏകദേശം 9,680 കോടി രൂപ ചിലവഴിച്ച് നിർമ്മിച്ച 157.92 കിലോമീറ്റർ നീളമുള്ള ആദ്യ 5 പാക്കേജുകളാണ് അദ്ദേഹം രാജ്യത്തിന് സമർപ്പിച്ചത്. തുടർന്ന് പഞ്ചാബിലെ ജലന്ധറിൽ വെച്ച് 30.9 കിലോമീറ്റർ വരുന്ന 6ാമത്തെ പാക്കേജിന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിച്ചു. ഡൽഹി അമൃത്സർ കത്ര ഗ്രീൻഫീൽഡ് എക്സ്പ്രസ് വേയുടെ ആകെ നീളം 667 കിലോമീറ്ററാണ്. ആകെ നിർമ്മാണ ചെലവ് ഏകദേശം 38,905 കോടി. ബന്ധിപ്പിക്കുന്ന സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് ഡൽഹി, ഹരിയാന, പഞ്ചാബ്, ജമ്മുകശ്മീർ. യാത്രാസമയം ഡൽഹി കത്ര 14 മണിക്കൂറിൽ നിന്ന് 6 മണിക്കൂറായി കുറയും. ഡൽഹി അമൃത്സർ 8 മണിക്കൂറിൽ നിന്ന് 4 മണിക്കൂറായി ചുരുങ്ങും. നിലവിലുള്ള റോഡുകൾക്ക് പകരമായി തികച്ചും പുതിയൊരു റൂട്ടിലൂടെയാണ് ഈ ഗ്രീൻഫീൽഡ് എക്സ്പ്രസ് വേ കടന്നു പോകുന്നത്. നിലവിൽ വാഹനത്തിരക്കേറിയ നാഷണൽ ഹൈവേ 44ലെ ഗതാഗതക്കുരുക്ക് വലിയ തോതിൽ കുറയ്ക്കാൻ ഇത് സഹായിക്കും. ആക്സസ് കൺട്രോൾഡ് സംവിധാനമുള്ള 4 വരി പാതയായാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഭാവിയിൽ ഇത് 8 വരിയാക്കി വികസിപ്പിക്കാനും സാധിക്കും. യാത്രാസമയം ലാഭിക്കുന്നതിനൊപ്പം ഇന്ധന ഉപഭോഗം കുറയ്ക്കാനും വടക്കൻ സംസ്ഥാനങ്ങളിലെ വ്യവസായിക ലോജിസ്റ്റിക് മേഖലകൾക്ക് പുത്തൻ ഉണർവേകാനും ഈ സാമ്പത്തിക ഇടനാഴിക്ക് സാധിക്കുമെന്നാണ് വിലയിരുത്തുന്നത്. ഈ ഹൈവേ പദ്ധതിക്ക് പുറമെ രാജ്യത്തെ ആദ്യത്തെ ഹൈഡ്രജൻ ട്രെയിനും ജിന്ദിൽ വെച്ച് പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തു. വടക്കേ ഇന്ത്യയുടെ മുഖച്ഛായ മാറ്റുന്ന ഈ പുതിയ എക്സ്പ്രസ് വേ ടൂറിസത്തിനും ചരക്കു നീക്കത്തിനും ഒരുപോലെ വേഗത കൂട്ടും. ആദ്യഘട്ടം വിജയകരമായി തുറന്നുകൊടുത്തതോടെ പദ്ധതിയുടെ ബാക്കി ഭാഗങ്ങളും അതിവേഗം പൂർത്തിയാകാനുള്ള ഒരുക്കത്തിലാണ് ദേശീയപാത അതോറിറ്റി. പ്രധാനമന്ത്രി 2 വ്യത്യസ്ത ചടങ്ങുകളിലായി ആകെ 188 കിലോമീറ്ററിലധികം വരുന്ന പാതയാണ് ഉദ്ഘാടനം ചെയ്തത്. നിർമ്മാണ ശൈലിയും ട്രാഫിക് സംവിധാനവും എക്സ്പാൻഷൻ സൗകര്യവും. നിലവിൽ ഇത് 4 വരി പാതയായാണ് നിർമ്മിച്ചിരിക്കുന്നത് എങ്കിലും ഭാവിയിലെ ട്രാഫിക് കണക്കിലെടുത്താണ് ഇത് 8 വരി പാതയായി ഉയർത്താൻ തക്ക വിധത്തിൽ ഇതിന്റെ ഡിസൈൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ആക്സസ് കൺട്രോൾഡ്. ഈ ഹൈവേയിലേക്ക് സാധാരണ റോഡുകളിൽ നിന്ന് വാഹനങ്ങൾക്ക് നേരിട്ട് പ്രവേശിക്കാൻ കഴിയില്ല. നിശ്ചിത ഇടങ്ങളിലെ പ്രത്യേക എൻട്രി, എക്സിറ്റ് പോയിന്റുകൾ വഴി മാത്രമേ പ്രവേശനം സാധ്യമാകൂ. ഇത് അപകടങ്ങൾ ഒഴിവാക്കാനും ഉയർന്ന വേഗത നിലനിർത്താനും സഹായിക്കുന്നു. വടക്കേ ഇന്ത്യയിലെ ഏറ്റവും തിരക്കേറിയ GT റോഡിലെ ചരക്ക് ലോറികളുടെയും മറ്റു വാഹനങ്ങളുടെയും തിരക്ക് വലിയ തോതിൽ കുറയ്ക്കാൻ ഈ പുതിയ റൂട്ട് സഹായിക്കും. ഈ പദ്ധതിക്ക് പ്രധാനമായും 2 ഭാഗങ്ങളാണ് ഉള്ളത്. ഡൽഹി കത്ര പ്രധാന പാത. ജമ്മുകശ്മീരിലെ കത്രയിലേക്ക് നേരിട്ട് പോകുന്ന 397 കിലോമീറ്റർ പാതയാണിത്. പഞ്ചാബിലെ നഗോധറിൽ നിന്നും ആരംഭിച്ച അമൃത്സർ അന്താരാഷ്ട്ര വിമാനത്താവളം വരെ നീളുന്ന 99 കിലോമീറ്റർ പ്രത്യേക പാത. മറ്റ് അനുബന്ധ വികസനങ്ങൾ. എക്സ്പ്രസ് വേ ഉദ്ഘാടനത്തോടൊപ്പം ഈ മേഖലയുടെ വികസനം ലക്ഷ്യമിട്ട് മറ്റു ചില വൻ പദ്ധതികളും പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു. പരിസ്ഥിതി മലിനീകരണം പൂർണ്ണമായി ഒഴിവാക്കുന്ന ഇന്ത്യയിൽ തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യത്തെ ഹൈഡ്രജൻ ഇന്ധന ട്രെയിൻ ഹരിയാനയിലെ ജിന്ദ് സോണിപ്പർ റൂട്ടിൽ പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തിരുന്നു. ജലന്ധർ കന്റോൺമെന്റ് ഉൾപ്പെടെയുള്ള രാജ്യത്തു ഉടനീളമുള്ള 75 റെയിൽവേ സ്റ്റേഷനുകളുടെ പുനർവികസന പദ്ധതികളും ഇതോടൊപ്പം ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. ഭാരത്മാല പരിയോജന പദ്ധതിക്ക് കീഴിൽ ഏകദേശം 38,905 കോടി രൂപ ആകെ ചിലവ് പ്രതീക്ഷിക്കുന്ന ഈ ഹൈവേ വടക്കൻ സംസ്ഥാനങ്ങളിലെ റിയൽ എസ്റ്റേറ്റ്, ലോജിസ്റ്റിക്സ്, വ്യവസായിക മേഖലകൾക്ക് വലിയ സാമ്പത്തിക ഉണർവാകും നൽകുന്നത്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.